ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെമ്മിൻ്റെ ജനറൽ എക്കണോമിക്സിൻ്റെ എക്സാം ബേസ്ഡ് ക്ലാസ്സാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അപ്പം പെയ്ഡ് നോട്ട്സ്, പെയ്ഡ് അസൈൻമെൻറ്റ്സ് ഒക്കെ മലയാളത്തിലുള്ളത് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ വിവരം വാട്സപ്പിൽ തരിക. വാട്സപ്പ് നമ്പർ ഞാൻ എൻ്റെ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പല വീഡിയോസിലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചില വീഡിയോക്ക് ലാസ്റ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വരികയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കേട്ടോ. നോക്കാം നമുക്ക്. നമ്മളിപ്പോൾ ജനറൽ എക്കണോമിക്സിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 3 യൂണിറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 4ാമത്തെ യൂണിറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ വരാവുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഹൗ പ്രൊഡക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഹൗ പ്രൊഡക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. പ്രൊഡക്ഷൻ എങ്ങനെയാണ് പ്രധാനമാകുന്നത്, അല്ലെങ്കിൽ പ്രധാനമായിട്ട് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഉൽപ്പാദനം എങ്കിലും ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് മാറുന്നതെന്നാണ് ചോദ്യം. ആൻസർ പറയുന്നത് ഒന്ന് മൂല്യത്തിൻ്റെ സൃഷ്ടിയാണ്. പോയിന്റുകളായിട്ടാണ് കേട്ടോ. ഒന്നാമത്തത് മൂല്യത്തിൻ്റെ സൃഷ്ടിയാണ്, ക്രിയേഷൻ ഓഫ് വാല്യൂ. അതായത് അസംസ്കൃത വസ്തുക്കളും ഇൻപുട്ടുകളും ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഫിനിഷ്ഡ് ചരക്കുകളിലേക്ക്, അതായത് നിർമ്മിത ചരക്കുകളിലേക്കും സേവനങ്ങളിലേക്കും മാറ്റുന്നതിലൂടെ ഉൽപ്പാദനം ഉപഭോക്താക്കൾക്ക് മൂല്യം സൃഷ്ടിക്കുന്നു. രണ്ടാമത്തത് സാമ്പത്തിക വളർച്ചയാണ്, എക്കണോമിക് ഗ്രോത്ത്. സാമ്പത്തിക വളർച്ചയുടെയും വികസനത്തിൻ്റെയും പ്രധാന ചാലകമാണ് ഉൽപ്പാദനം. അത് തൊഴിൽ സൃഷ്ടിക്കുകയും വരുമാനം ഉണ്ടാക്കുകയും സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുന്ന ഒന്നായതുകൊണ്ട് അത് പ്രധാനമാണ്. മറ്റൊന്ന് നവീകരണമാണ്, ഇന്നോവേഷൻ. കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെലവ് കുറയ്ക്കുകയും ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന പുതിയ ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും വികസിപ്പിക്കുന്നതിന് സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഉൽപ്പാദനം നവീകരണത്തിലേക്ക് നയിക്കുമെന്നതുകൊണ്ടും അത് പ്രധാനമാണ്. മറ്റൊന്ന് മത്സരശേഷിയാണ്, കോമ്പറ്റീറ്റീവ്നെസ് എന്ന് പറയും. അതായത് കമ്പനികൾക്ക് വിപണിയിൽ മത്സരക്ഷമത നിലനിർത്താൻ ഉൽപ്പാദനം അത്യാവശ്യമാണ്. 5ാമത്തത് ജീവിത നിലവാരം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും വൈവിധ്യമാർന്ന ചരക്കുകളിലേക്കും സേവനങ്ങളിലേക്കും പ്രവേശനം നൽകിക്കൊണ്ട് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ ഉൽപ്പാദനം ഒരു നിർണായക പങ്ക് വഹിക്കുന്നു എന്നതിനാൽ ഉൽപ്പാദനം പ്രധാനമാണ്. 6ാമത്തത് പരിസ്ഥിതി സുസ്ഥിരതയാണ്, എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയും. പുനരുൽപ്പാദിപ്പിക്കാവുന്ന വിഭവങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ മാലിന്യങ്ങളും ഉൽപ്പാദനങ്ങളും കുറയ്ക്കുന്നതിലൂടെ മാലിന്യങ്ങളുടെ ഉത്ഭവനം, അതായത് മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിനെ കുറയ്ക്കുന്നതിലൂടെയും വിഭവ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിലെയും ഉൽപ്പാദനത്തിന് പരിസ്ഥിതി സുസ്ഥിരതയ്ക്ക് സംഭാവന നൽകാൻ കഴിയും. അപ്പോൾ ഈ 6 കാരണങ്ങളാൽ എന്താണ് ഉൽപ്പാദനം എന്ന പ്രക്രിയ വളരെ പ്രധാനമാണ് എന്നാണ് കേട്ടോ. ഇന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇതിന്ന് 4ാമത്തെ യൂണിറ്റിൽ നിന്ന് കേട്ടോ. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ പ്രൊഡക്ഷൻ. ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ഒന്ന് സാങ്കേതികവിദ്യയാണ്, ടെക്നോളജി. സാങ്കേതികവിദ്യയിലെ പുരോഗതി കൂടുതൽ കാര്യക്ഷമതയും ഫലപ്രദവുമായ ഉൽപ്പാദന പ്രക്രിയയിലേക്ക് നയിക്കും. രണ്ടാമത്തത് അധ്വാനമാണ്, ലേബർ. ലഭ്യമായ അധ്വാനത്തിൻ്റെ ഗുണനിലവാരവും അളവും ഉൽപ്പാദന പ്രക്രിയയുടെ കാര്യക്ഷമതയിലേക്കും അതുപോലെ തന്നെ ഉൽപ്പാദനക്ഷമതയെ സ്വാധീനിക്കുന്നതിനും ഇടവരുത്തും. മൂന്നാമത്തത് മൂലധനമാണ്, ക്യാപിറ്റൽ. യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ മൂലധനത്തിൻ്റെ ലഭ്യതയും ഗുണനിലവാരവും ഉൽപ്പാദനത്തിൻ്റെ കാര്യക്ഷമതയെയും ഫലപ്രാപ്തിയിലെയും ബാധിക്കുന്ന ഘടകങ്ങളാണ്. 4ാമത്തേത് അസംസ്കൃത വസ്തുക്കളാണ്, റോ മെറ്റീരിയൽസ് എന്ന് പറയും. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, ഗുണനിലവാരം, വില എന്നിവ ഉൽപ്പാദന പ്രക്രിയയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. 5ാമത്തേത് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളാണ്, ഗവൺമെൻറ് പോളിസീസ് എന്ന് പറയും. നികുതി, സബ്സിഡികൾ, നിയന്ത്രണങ്ങൾ തുടങ്ങിയ സർക്കാർ നയങ്ങൾ ഉൽപ്പാദനത്തിൻ്റെ വിലയെയും ലാഭത്തെയും ബാധിക്കും. ഇത്രയാണ് ഉൽപ്പാദനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ വരുന്നത് കേട്ടോ. ഇനി നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ ഏതൊക്കെയാണ്, ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതാണ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ഇത് മാത്രമേ ചോദിക്കുന്നല്ല കേട്ടോ പറയുന്നതിനർത്ഥം. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഇതിന് സ്കോർ ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ബേസിക് കോൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ. സാമ്പത്തിക ശാസ്ത്രത്തിലെ ഉൽപ്പാദന പ്രക്രിയയിൽ ഉൽപ്പാദനം അല്ലെങ്കിൽ ഉൽപ്പന്നം നിർവചിക്കാൻ 3 വഴികളുണ്ട്. ഒന്ന് ടോട്ടൽ പ്രൊഡക്ഷനാണ്, മൊത്തം ഉൽപ്പന്നം. 2 ആവറേജ് പ്രൊഡക്ഷൻ, ശരാശരി ഉൽപ്പന്നം. 3ാമത് മാർജിനൽ പ്രൊഡക്ഷൻ, നാമമാത്ര ഉൽപ്പന്നം. അത് 3 തന്നെയാണ് അതിൻ്റെ ആശയങ്ങൾ. അപ്പോൾ നമുക്ക് ഒന്ന് നമ്മൾ പറഞ്ഞ ഏതാണ് ടോട്ടൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ TP എന്ന് പറയും. ടോട്ടൽ പ്രൊഡക്ഷൻ, TP, മൊത്തം ഉൽപ്പന്നം. ഒരു നിശ്ചിത അളവിലുള്ള ഇൻപുട്ടുകൾ ഉപയോഗിച്ച് ഒരു സ്ഥാപനം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ ആകെ അളവിനെ സൂചിപ്പിക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു ആശയമാണ് ഇത് ടോട്ടൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മൊത്തം ഉൽപ്പന്നം. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് എന്താണ് ആവറേജ് പ്രൊഡക്ഷൻ, AP, TP പിന്നെ AP, ശരാശരി ഉൽപ്പന്നം.
അതായത് ഉപയോഗിച്ച ഘടകത്തിൻ്റെ യൂണിറ്റ് ഔട്ട്പുട്ട് ശരാശരി ഉൽപ്പന്നം എന്നാണ് അറിയപ്പെടുന്നത്. ശരാശരി ഉൽപ്പന്നം കണക്കാക്കുന്നതിന് മൊത്തം ഉൽപ്പന്നത്തെ ഉപയോഗിച്ച ഘടകത്തിൻ്റെ അളവ് കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്താണ് അവറേജ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ AP സമം ടോട്ടൽ പ്രൊഡക്ഷൻ, അതായത് ടോട്ടൽ പ്രൊഡക്ഷൻ TP ബൈ ക്വാണ്ടിറ്റി ഓഫ് ഫാക്ടർ, ഉൽപ്പാദനത്തിൻ്റെ ഘടകങ്ങളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഉൽപ്പാദന ഘടകങ്ങൾ. ഇനി മൂന്നാമത്തെ നമ്മൾ പറഞ്ഞ ഏതാണ്? മാർജിനൽ പ്രൊഡക്റ്റാണ്, MP എന്ന് പറയും. നാമമാത്ര ഉൽപ്പന്നം അല്ലെങ്കിൽ സീമാന്ത ഉൽപ്പന്നം എന്നൊക്കെ പറയും കേട്ടോ. ഒരു വേരിയബിൾ ഫാക്ടർ കൂട്ടിച്ചേർത്ത് മൊത്തത്തിലുള്ള ഉൽപ്പാദനത്തിലെ മാറ്റത്തെ സീമാന്ത ഉൽപ്പന്നം എന്ന് പറയും. അപ്പോൾ അതൊരു ഉൽപ്പന്ന ഘടകത്തോടു കൂടി നമ്മളൊരു പുതിയൊരു ഉൽപ്പന്നം കൂടി ഘടകം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഉൽപ്പന്നത്തിലുണ്ടാകുന്ന മാറ്റമാണ് എന്ത്? സീമാന്ത ഉൽപ്പന്നം അല്ലെങ്കിൽ നാമമാത്ര ഉൽപ്പന്നം അല്ലെങ്കിൽ മാർജിനൽ പ്രൊഡക്റ്റ്, അതുമല്ലെങ്കിൽ MP എന്നൊക്കെ അറിയപ്പെടുന്നു. ഘടകങ്ങളിൽ നിന്നുള്ള നാമമാത്ര വരുമാനമായിട്ടും അതിനെ കണക്കാക്കാവുന്നു. അപ്പോൾ ഇൻപുട്ട് ഉപയോഗിച്ചതിൻ്റെ മികച്ച നിലവാരം നിർണ്ണയിക്കാനും അവരുടെ ലാഭം പരമാവധിയാക്കാനും കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു പ്രധാന ആശയമാണ് ഇത് സീമാന്ത ഉൽപ്പന്നം. മൊത്തം ഉൽപ്പന്നത്തിൻ്റെ രൂപവും ശരാശരി ഉൽപ്പന്ന വക്രവും നിർണ്ണയിക്കാൻ സീമാന്ത ഉൽപ്പന്നം ഉപയോഗിക്കാറുണ്ട്. ഇത് കമ്പനികൾക്ക് എത്ര അധ്വാനവും മൂലധനവും ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ കമ്പനിയെ അവയുടെ ഹ്രസ്വകാല ദീർഘകാല ചെലവുകൾ കണക്കാക്കാനും പ്രധാന ഉപകരണമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇത് സീമാന്ത ഉൽപ്പന്നം അല്ലെങ്കിൽ മാർജിനൽ പ്രൊഡക്ഷൻ ഉള്ളത് കേട്ടോ. ഇതാണ് 3 ആശയങ്ങൾ: ടോട്ടൽ പ്രൊഡക്ഷൻ, ആവറേജ് പ്രൊഡക്ഷൻ ആൻഡ് മാർജിനൽ പ്രൊഡക്ഷൻ. 3 പ്രധാന ആശയങ്ങൾ. ഇനി മറ്റൊരു ചോദ്യമാണ്, എക്സാമിൻ ദ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പരിശോധിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ ഹ്രസ്വകാല ഉൽപ്പന്ന ഘടകങ്ങളെ പരിശോധിക്കാനാണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നമുക്ക് എന്താണ് ഷോർട്ട് റൺ? ഹ്രസ്വകാലത്തേക്കുള്ള ഉൽപ്പാദന ധർമ്മം. സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു ആശയമാണ് എന്ത്? ഹ്രസ്വകാലത്തേക്കുള്ള ഉൽപ്പാദനം എന്ന് പറയുന്നത്. അത് മറ്റ് ഘടകങ്ങളെ സ്ഥിരമായി നിർത്തിക്കൊണ്ട് ഹ്രസ്വകാലത്തേക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ അളവും ഇൻപുട്ടുകളുടെ അളവും തമ്മിലുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. ഇൻപുട്ട് സ്ഥിരമാണ്, മറ്റുള്ളവ വേരിയബിളുകളാണ്, മാറ്റങ്ങൾക്കിതേ. അപ്പോൾ ഉൽപ്പന്നത്തിൻ്റെ ഹ്രസ്വകാല ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉൽപ്പന്നത്തിൻ്റെ അളവിൽ മാറ്റം വരുത്താൻ ഒരു ഉൽപ്പാദകന് എല്ലാ ഇൻപുട്ടുകളിലും മാറ്റം വരുത്താൻ കഴിയാത്ത കാലയളവിനെയാണ് ഹ്രസ്വകാലയളവ് എന്ന് പറയുന്നത്. അതായത് ഹ്രസ്വകാലയളവിൽ ചില ഇൻപുട്ടുകളുടെ അളവിൽ മാറ്റം വരുത്താൻ ഒരു ഉൽപ്പാദന യൂണിറ്റിന് കഴിയുകയില്ല. അങ്ങനെ അളവിൽ മാറ്റമുണ്ടാക്കാൻ കഴിയാത്ത ഇൻപുട്ടുകളെയാണ് എന്ത് പറയുക? സ്ഥിര ഇൻപുട്ടുകൾ എന്നും പറയുന്നത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ 1 വേർഡൊക്കെ ചോദിച്ചെന്ന് വരാം. ഇനി അതിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഇലൂസിഡേറ്റ് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷന് വ്യക്തമാക്കാൻ. എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ? ക്ലാസ്സിൽ പറഞ്ഞിരുന്ന തന്നെയാണ്, ഓർമ്മ ഉണ്ടാവുമെന്നാണ് വിചാരിക്കണം. നമുക്ക് എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ? അസ്ഥിര അനുപാത നിയമം എന്ന് പറയും, അല്ലെങ്കിൽ വിഭേദകാനുപാത നിയമം എന്ന് പറയും കേട്ടോ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ്റെ മലയാളം എന്താണ്? അസ്ഥിര അനുപാത നിയമം അല്ലെങ്കിൽ വിഭേദകാനുപാത നിയമം എന്നാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഹ്രസ്വകാലത്തിൽ ചില ഉൽപ്പാദന ഘടകങ്ങൾ സ്ഥിരമായിരിക്കും. ഒരു വേരിയബിൾ ഇൻപുട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുകയും ഒരു ഇൻപുട്ട് സ്ഥിരമായിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ ഇൻപുട്ടുകളുടെ അനുപാതം മാറുന്നു. ഇതിനെയാണ് എന്ത് പറയുക? വിഭേദക അനുപാതം അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻപുട്ടുകൾ സ്ഥിരമായിട്ട് നിർത്തിയിട്ട് ഒരു ഘടകത്തിൻ്റെ അളവിൽ മാത്രം മാറ്റം വരുത്തിക്കൊണ്ടിരുന്നാൽ സീമാന്ത ഉൽപ്പന്നം ഒരു ഘട്ടം വരെ അങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. അതിനുശേഷം സീമാന്ത ഉൽപ്പന്നം കുറയും. ഇത് വിഭേദകാനുപാത നിയമം അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നു. മറ്റ് ഇൻപുട്ടുകൾ സ്ഥിരമാക്കി നിർത്തി ഒരു ഇൻപുട്ടിൻ്റെ അളവിൽ മാത്രം മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ മൊത്തം ഉൽപ്പന്നത്തിലെ മാറ്റത്തിൻ്റെ അളവ് കുറയാൻ തുടങ്ങും. ഇതിനെ അപചയ സീമാന്ത നിയമം അല്ലെങ്കിൽ ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ് എന്നാണ് അറിയപ്പെടുന്നത്. മൊത്തം ഉൽപ്പന്നം, ശരാശരി ഉൽപ്പന്നം, സീമാന്ത ഉൽപ്പന്നം എന്നിവ വ്യക്തമായ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൂടി നമുക്ക് ഇതിൽ 5 മാർക്കിനാണെങ്കിൽ കൂട്ടിച്ചേർത്ത് എഴുതാം. പക്ഷെ അത് നമ്മളോട് വേറൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയും നമുക്കത് എഴുതേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് 3 ഘട്ടങ്ങളൊന്നും സൂചിപ്പിക്കാം. അത് മാത്രമേ ചിലപ്പോൾ ചോദിക്കാം. എന്താണ് മൊത്തം ഉൽപ്പന്നം, ശരാശരി ഉൽപ്പന്നം, സീമാന്ത ഉൽപ്പന്നം എന്നിവ വ്യക്തമായ 3 ഘട്ടങ്ങളിലൂടെ കടന്നു. അപ്പോൾ ആ 3 ആശയങ്ങൾ കടന്നു പോകുന്ന വ്യക്തമായ 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. 1-ാം ഘട്ടത്തിൽ ശരാശരി ഉൽപ്പന്നവും സീമാന്ത ഉൽപ്പന്നവും വർദ്ധിക്കും. അതിൻ്റെ ഫലമായി മൊത്തം ഉൽപ്പന്നം വളരെ കൂടിയ നിരക്കിൽ വർദ്ധിക്കും. ഈ ഘട്ടത്തെ വർദ്ധമാന പ്രത്യായ ഘട്ടം അല്ലെങ്കിൽ ഇൻക്രീസിങ് റിട്ടേൺസ് എന്നാണ് വിളിക്കുന്നത്. ഈ ഘട്ടത്തിൽ ശരാശരി ഉൽപ്പന്നം പരമാവധിയിലെത്തി ഇങ്ങനെ നിൽക്കും. 2-ാമത്തെ ഘട്ടം ശരാശരി ഉൽപ്പന്നവും സീമാന്ത ഉൽപ്പന്നവും കുറയുന്ന ഘട്ടമാണ്. ഈ ഘട്ടത്തിലെ മൊത്തം ഉൽപ്പന്നം കുറഞ്ഞ നിരക്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. മൊത്തം ഉൽപ്പന്നം അതിൻ്റെ പരമാവധിയിലെത്തുന്ന ഈ ഘട്ടത്തിൽ സീമാന്ത ഉൽപ്പന്നം 0-ലായിരിക്കും.
AP അതായത് മൊത്തം ആവറേജ് പ്രൊഡക്ഷനും പിന്നെ മാർജിനൽ പ്രൊഡക്ഷനും എന്ത് ചെയ്യുന്നുണ്ട് കുറയുന്ന ഒരു ഘട്ടമാണിത്. അപ്പോൾ ആ ഘട്ടത്തിൽ അപചയ പ്രത്യാഗ ഘട്ടം എന്നാണിത് അറിയപ്പെടുന്നത്. ഡിമിനിഷിങ് റിട്ടേൺസ് എന്നാണ് അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സീമാന്ത ഉൽപ്പന്നം നെഗറ്റീവ് ആകുന്ന ഘട്ടമാണ്. അതിൻ്റെ ഫലമായിട്ട് മൊത്തം ഉൽപ്പന്നം കുറയാൻ തുടങ്ങും. അപ്പോൾ ടോട്ടൽ പ്രൊഡക്ഷനെങ്കിൽ മൊത്തം ഉൽപ്പന്നവും വക്രം പരമാവധിയിലെത്തി നിൽക്കുന്ന ബിന്ദുവിൽ MP എന്തായും 0 MP വക്രം നെഗറ്റീവ് ആകുമ്പോൾ TP അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്ഷൻ കുറയാൻ തുടങ്ങും. ഈ ഘട്ടത്തെ ഋണാത്മക പ്രത്യായ ഘട്ടം അല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺസ് എന്നാണ് വിളിക്കുന്നത്. ഇത് നമുക്ക് ചോദ്യമായിട്ട് വരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ അത് മാത്രം ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മളോട് ചോദിക്കുകയെന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ചോദിക്കുക. ഇലൂസിഡേറ്റ് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ അതിൽ നമ്മളതിൻ്റെ ആ ഘട്ടങ്ങൾ കൂടിയിട്ട് ചേർത്ത് എഴുതുക. അല്ലെങ്കിൽ 3 ആശയങ്ങളുടെ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ ആ 3 ഘട്ടങ്ങളെ മാത്രം ചേർത്ത് എഴുതാം. ഇനി എക്സ്പ്ലെയിൻ ദ 3 ടൈപ്സ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. എക്സ്പ്ലെയിൻ ദ 3 ടൈപ്സ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നുള്ള പറഞ്ഞല്ലോ. 3 ഘട്ടങ്ങൾ പറഞ്ഞു. പിന്നെ ഹൗ പ്രൊഡക്ഷൻ ഈസ് ഇമ്പോർട്ടൻ്റ് അതും പറഞ്ഞു കഴിഞ്ഞു അല്ലേ. എങ്ങനെയാണ് ഒരു പ്രൊഡക്ഷൻ പ്രധാനമായി തീരുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാനുള്ളൂ. എസ്സേ ആയിട്ട് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യത കുറവാണ്. ഇനി 3 തിയറികൾ ഒന്നിച്ച് ചോദിച്ചെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് എസ്സേ വരാനുള്ളൊരു സാധ്യത കാണുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ഒരു ബ്ലോക്ക് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വരാം. അതായത് ആദ്യം പരീക്ഷ വരുന്ന 2 സബ്ജക്റ്റുകൾ എല്ലാവരും ഇങ്ങനെ എക്കണോമിക്സ് പിന്നെ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, ഒന്നുകിൽ സോഷ്യോളജി ഹിസ്റ്ററി ആയിട്ട് ഓരോ ബ്ലോക്ക് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് എക്കണോമിക്സിലേക്ക് വരാം. കിട്ടുന്ന സമയത്തിനനുസരിച്ച്. ആകെ 5 ബ്ലോക്കല്ലേ ഉള്ളൂ. അതിലൊരു ബ്ലോക്ക് ഇപ്പോൾ കഴിഞ്ഞല്ലോ. ഓക്കെ.